സപ്തചിരഞ്ജീവികളിൽ ഒരാളായി ഇന്നും ഭൂമിയുടെ ഏതോ കോണിൽ കഴിയുന്ന ദ്വാപരയുഗ പുരുഷനാകുന്ന അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് പിറവികൊള്ളുന്നത് അതിശ്രേഷ്ഠനായ ആചാര്യന്മാരിൽ ഒരുവനാകുന്ന ഗുരു ദ്രോണരുടെയും ഋഷികന്യക കൃപിയുടെയും ഏക സന്താനമായി ആകുന്നു. മഹാദേവന്റെ അംശാവതാരമാകുന്ന പിറവിയാണ് അശ്വത്ഥാമാവിൻ്റേത്. അശ്വത്തിൻ്റെ ശക്തിയുള്ള കുഞ്ഞായതിനാൽ തന്നെ അവന് മാതാപിതാക്കൾ അശ്വത്ഥാമാവെന്ന് നാമകരണം ചെയ്തു. കൂടാതെ പിറവിയിൽ തന്നെ തിരുനെറ്റിയിൽ അമൂല്യ രത്നവുമായി പിറവികൊണ്ട അശ്വത്ഥാമാവിന് യാതൊരു തരത്തിലുള്ള പീഡകളോ ആയുധങ്ങൾ മൂലമുണ്ടാകുന്ന പരുക്കോ, എന്തിനേറെ പറയുന്നു മരണം പോലും തൻ്റെ സമീപത്തേക്ക് ആഗതമാകുകയില്ലായിരുന്നു. അക്കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് തന്നെ ആരും പരാജയപ്പെടുത്തുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നില്ല. കൂടാതെ അതേ കാരണത്താൽ തന്നെ നന്നെ അഹങ്കരിക്കുകയും ചെയ്തിരുന്നു എന്നതായിരുന്നു പരമാർത്ഥം. പുരാണങ്ങളിൽ പറയുന്ന ഗുരുശ്രേഷ്ഠന്മാരിലെ ഉത്തമ ഗുരുക്കളിൽ ഒരുവനാകുന്ന ദ്രോണരുടെ പുത്രൻ ആകിയാൽ തന്നെ ധാരാളം അസ്ത്രശസ്ത്ര വിദ്യകളിലും നിപുണനായിരുന്നു അശ്വത്ഥാമാവ്. അങ്ങനെ കഴിയും കാലത്ത് കുരുപാണ്ഡവന്മാർ ഗുരുകുലവാസത്തിനായി ദ്രോണരുടെ പക്കലെത്തിച്ചേരുന്നു. അവിടെ വിദ്യ അഭ്യസിക്കാൻ ആഗതനായ ദുര്യോധനൻ അക്കാലം മുതൽ തന്നെ പാണ്ഡവാദികളോട് പകയും ക്രൂരതയും വെച്ചു പുലർത്തി വളർന്നു വന്നവനായിരുന്നു. അതിനാൽ തന്നെ അശ്വത്ഥാമാവിന്റെ തിരുനെറ്റിയിലെ ആ രത്നത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ദുര്യോധനൻ ഇവനെ നമ്മോടൊപ്പം ചേർത്താൽ പല വിപത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാവുന്നതാകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ ഒരു രാജകുമാരൻ എന്ന നിലയിൽ, അടുത്ത ഹസ്തിനാപുരത്തിന്റെ രാജാവ് എന്ന നിലയിൽ പല മോഹന വാഗ്ദാനങ്ങൾ നൽകി അശ്വത്ഥാമാവിനെ തന്നോടൊപ്പം ചേർത്തു ദുര്യോധനൻ. പിൽക്കാലത്ത് ദുര്യോധനനും അവന്റെ മാതുലൻ ശകുനിയോടും ചേർന്ന് പല ക്രൂരതകളും ചെയ്തു കൂട്ടി. അന്ന് തുടങ്ങിയ ക്രൂരതകൾ ചെന്നവസാനിച്ചത് മഹാഭാരത യുദ്ധാന്ത്യം നിശാകാലത്ത് ആകുന്നു. അതും ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന അഭിമന്യുവിന്റെ കുഞ്ഞിനുമേൽ പാണ്ഡവരുടെ വംശാവലി തന്നെ ഉന്മൂലനം ചെയ്യണമെന്ന ചിന്തയിൽ ഉത്തരയുടെ ഗർഭത്തിന്മേൽ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു അശ്വത്ഥാമാവ്. എന്നാൽ ദ്രൗണിയുടെ ഈ പ്രവൃത്തി നീചമായ ക്രൂരത കണ്ട് കോപാകുലനായ സാക്ഷാൽ ഭഗവാൻ വാസുദേവൻ അശ്വത്ഥാമാവിന് മുൻപാകെ ഉഗ്രകോപിഷ്ഠനായി പ്രത്യക്ഷനായി. ശേഷം അദ്ദേഹത്തോട് ഭഗവാൻ, ഗുരുപുത്ര, നീ ഈ കാണിച്ച പ്രവൃത്തി ഒരിക്കലും ക്ഷമയർഹിക്കുന്നതല്ല. അതിനാൽ തന്നെ ഇത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്ത നിന്നിലെ മരണത്തെ നാം ആവാഹിക്കുന്നു. കൂടാതെ നിന്റെ അഹങ്കാരത്തിൻ്റെ ആധാരമാകുന്ന ഈ അമൂല്യരത്നം നിന്റെ ശരീരത്തിൽ നിന്ന് നാം പിഴുതെടുക്കുന്നു. മരണമില്ലാതെ നീ വേദനയും പഴുപ്പും പേറി പ്രാണികൾക്ക് ഭക്ഷണമായി, പ്രാണികളാൽ വലയം ചെയ്ത് ജനങ്ങൾ ആട്ടിയോടിക്കും തരം വികൃതമായി കലിയുഗാന്ത്യം വരെ ഗതി കിട്ടാതെ അലയട്ടെ എന്ന് ഭഗവാൻ അശ്വത്ഥാമാവിന് ഉഗ്രശാപം നൽകി. ശേഷം കാലങ്ങൾ പിന്നിട്ടു. ദ്വാപരയുഗ നായകൻ തൻ്റെ കൃഷ്ണവേഷത്തിൽ നിന്നും പിന്മാറി തന്മൂലം കലിയുഗം പിറവികൊണ്ടു. കലിയുഗം എന്നാൽ ശ്രീമദ് നാരായണന്റെ ദശാവതാരമാകുന്ന ധർമ്മത്തിന് വിനാശം സംഭവിക്കുമ്പോൾ, അധർമ്മം ഉടലെടുക്കുമ്പോൾ, ജീവജാലങ്ങൾക്ക് സത്യം, ധർമ്മം എന്നീ ചിന്തകൾ മറക്കുമ്പോൾ, പണത്തിനായി സ്വരക്തത്തെ വരെ മാധ്യമമാക്കുമ്പോൾ, ഭരണാധികാരികൾ ചതിയും വഞ്ചനയും ഈശ്വരവിദ്വേഷവും തുടങ്ങുമ്പോൾ, ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി ശ്രീവിഷ്ണു ശംഭാല എന്ന ഹിമവൽ സാനുക്കളിൽ എവിടെയോ അമരുന്ന ദിവ്യപ്രദേശമാകുന്ന പ്രദേശത്ത് പിറവികൊള്ളുന്നു. വർണ്ണാശ്രമ ധർമ്മങ്ങൾ, അതായത് ബ്രാഹ്മണ്യം, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര തുടങ്ങിയ 4 വർണ്ണങ്ങളും, പുരുഷാർത്ഥങ്ങളും, അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ പുനഃസ്ഥാപിക്കുന്നു. അതിനായി പിറവികൊള്ളുന്ന ഭഗവാൻ കൽക്കിയെ ദശാവതാര പുരുഷനാകുന്ന പരശുരാമനും ഭക്ത ഹനുമാനും ചേർന്ന് വിദ്യകൾ അഭ്യസിപ്പിക്കുന്നു. തുടർന്ന് ദേവദത്തമെന്ന വെളുത്ത ചിറകുള്ളതുമായ കുതിരയിലേറി കത്തിജ്വലിക്കുന്ന തൻ്റെ ദിവ്യായുധമാകുന്ന വാളും കരതരത്തിൽ വഹിച്ചുകൊണ്ട് സാക്ഷാൽ
കൽക്കി ധരണിയെ 3 തവണ വലം വയ്ക്കുന്നു. തുടർന്ന് ഭൂമിയിൽ ദുഷ്ടരും പാപികളും ശാപം പേറി നടക്കുന്നതുമായ ജന്മങ്ങളെ സംഹരിക്കുന്നു. അതിലൂടെ അശ്വത്ഥാമാവിനും തൻ്റെ പാപവും ശാപവും പേറുന്ന ജന്മത്തിൽ നിന്നും മോക്ഷം പ്രാപ്തമാകുന്നു.